ഹേ എവ്രി വൺ വെൽക്കം ബാക്ക് ടു ദ ചാനൽ. വിൻഡോസ് 10 മരിക്കുകയാണ് എന്ന് വെച്ചാൽ മൈക്രോസോഫ്റ്റ് കൊടുക്കുന്ന വിൻഡോസ് 10 സപ്പോർട്ട് ഒക്ടോബർ 13, 2026 ആകുമ്പോഴേക്കും തീരാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളുടെ മെഷീൻ ഇപ്പോൾ ഒരു വിൻഡോസ് 10 സിസ്റ്റം ആണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളത് ഒരു വിൻഡോസ് 11 ആക്കാൻ സമയമായിരിക്കുന്നു. മൈക്രോസോഫ്റ്റ് സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ വിൻഡോസ് അപ്ഡേറ്റിൽ പല സെക്യൂരിറ്റി ഫ്ലോസും ഹാക്കർമാർ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന പല ബാക്ക് ഡോർസും അങ്ങനത്തെ ഇഷ്യൂസൊക്കെ മൈക്രോസോഫ്റ്റ് ഇടയ്ക്കിടയ്ക്ക് പാച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ അത് ഇനി മുതൽ ഉണ്ടാവില്ല വിൻഡോസ് 10 ഈ ഒക്ടോബർ 13, 2026 കൂടി ഈ സപ്പോർട്ട് നിർത്തുന്നത് വെച്ചിട്ട്. അപ്പോൾ നമ്മളൊരു വിൻഡോസ് 11 സിസ്റ്റത്തിലേക്ക് മൂവ് ചെയ്യേണ്ട ആ ഒരു നെസസിറ്റി വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഞാൻ പറയുന്നത്. ഇന്നിപ്പോൾ നമ്മൾ പേയ്മെൻറ്റ്സും നെറ്റ് ബാങ്കിങ്ങും നമ്മുടെ പേഴ്സണൽ ഫോട്ടോസും അങ്ങനെ വളരെ ഇമ്പോർട്ടൻറ്റും പേഴ്സണലും ആയിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ നമ്മൾ കമ്പ്യൂട്ടറിൽ കൂടെ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ കുറച്ച് സേഫായിട്ടിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു പുതിയതും നല്ല ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കണക്കുകൾ പറയുന്നത് എന്താ വെച്ചാൽ 28% ആൾക്കാർ ഇപ്പോഴും ഗ്ലോബലി വിൻഡോസ് 10 യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ആ കൂട്ടത്തിൽ ഒരാളാണ് നിങ്ങളെങ്കിൽ ഒരു ഫാസ്റ്റസ്റ്റ് ആൻഡ് ചീപ്പസ്റ്റ് വേ ടു ഗെറ്റ് എ ജെനുവിൻ വിൻഡോസ് ലൈസൻസ് ഞാൻ പറഞ്ഞു തരാം. നമ്മൾ കുറച്ച് കാലമായിട്ട് കൊളാബറേറ്റ് ചെയ്യുന്ന ഒരു സൈറ്റാണ് mypckey.com. അവർ മൈക്രോസോഫ്റ്റിൻ്റെയൊക്കെ ജെനുവിൻ ലൈസൻസ് റീസെൽ ചെയ്യുന്ന ഒരു ആൾക്കാരാണ്. ഇവർ ട്രസ്റ്റ് വർത്തി ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടി ഞാൻ കുറച്ചൊരു സെർച്ച് നടത്തി നോക്കിയപ്പോൾ ട്രസ്റ്റ്പൈലറ്റിലൊക്കെ നല്ല റിവ്യൂസ് ഞാൻ കണ്ടു. പിന്നെ എറ്റ്സി എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. അതിലൊക്കെ ഇവർ 600+ സെയിൽസ് ഒക്കെ ചെയ്തിട്ടും ഉണ്ട്. പിന്നെ നല്ല ഗൂഗിൾ റിവ്യൂസും ഒക്കെ ഇവരെ പറ്റി കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറേ വീഡിയോസ് ഇവരെ മുന്നേ ലൈസൻസിൻ്റെതും വിൻഡോസും മൈക്രോസോഫ്റ്റ് ഓഫീസ് 365 ഒക്കെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് അവർ പ്രാവശ്യം ഓണത്തിന് ഒരു നല്ല സ്പെഷ്യൽ ഡിസ്കൗണ്ട് തരുന്നുണ്ട്. ഓണം ഗിസ്മോങ്ക് എന്ന് ഉള്ള ഒരു കൂപ്പൺ കോഡ് നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ വളരെ കുറഞ്ഞ വിലൻ്റെ മുകളിൽ നിങ്ങൾക്കൊരു 15% ഡിസ്കൗണ്ടും കൂടെ കിട്ടുന്നതായിരിക്കും. എന്തായാലും ഞാൻ ആ കൂപ്പൺ കോഡൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ മെയിനായിട്ട് വിൻഡോസ് 10 കാലഹരണപ്പെടുകയാണ്. അപ്പോൾ നമ്മൾ വിൻഡോസ് 11 മാറുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഓൾറെഡി നിങ്ങളൊരു ലാപ്ടോപ്പ് മേടിച്ചിട്ടുണ്ടാവും. അതിൽ വിൻഡോസ് ഹോം സിംഗിൾ ലാംഗ്വേജ് ലൈസൻസ് ആയിരിക്കും. ലാപ്ടോപ്പ് മാനുഫാക്ചറേഴ്സ് അതിൽ കൊടുക്കുന്ന ലൈസൻസ് അതാണ്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് വിൻഡോസ് പ്രോയിലേക്ക് പെട്ടെന്ന് അത്രയും 12,000 അല്ലെങ്കിൽ 7,500 9,000 റുപ്യൊന്നും കൊടുക്കാതെ നിങ്ങൾക്ക് അതിലേക്ക് മാറണമെങ്കിൽ വളരെ ചെറിയ ഒരു 500 to 700 റുപ്പീസിൻ്റെ ഇടയിൽ നിങ്ങൾക്കൊരു ജെനുവിൻ ലൈസൻസ് കിട്ടണമെങ്കിൽ ഈ mypckey.com എന്ന് നമ്മുടെ കൂപ്പൺ കോഡ് ഉപയോഗിച്ച് വാങ്ങാനും സാധിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളത് വിൻഡോസ് 11 സിംഗിൾ ഹോം ലാംഗ്വേജ് ആണെങ്കിൽ ഈ കീ മേടിച്ചിട്ട് നിങ്ങൾക്ക് വിൻഡോസ് 11 പ്രോയിലേക്ക് പ്രൊഫഷണലിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും വിത്തൗട്ട് ഡാറ്റ ലോസ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ വിൻഡോസ് 10 സിസ്റ്റത്തിലായിരിക്കും നിങ്ങൾ, അല്ലെങ്കിൽ കുറച്ച് പഴയ ലാപ്ടോപ്സോ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിലൊക്കെ ആയിരിക്കും നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ വിൻഡോസ് 11 വാങ്ങുന്നതിന് മുന്നേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ സിസ്റ്റം TPM 2.0 ഒരു ഹാർഡ്വെയർ റിക്വയർമെൻറ്റ് കമ്പാറ്റബിൾ ആണോ എന്നുള്ളതാണ്. പുതിയ സിസ്റ്റംസിലൊന്നും അതൊന്നും പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഓൾറെഡി വിൻഡോസ് 11 ഉള്ള സിസ്റ്റംസിനും പ്രശ്നമൊന്നുമില്ല. അത് നിങ്ങൾക്ക് മൈക്രോസോഫ്റ്റിൻ്റെ ഒരു TPM ചെക്ക് ഒരു ടൂൾ ഉണ്ട്, അത് വെച്ച് ചെക്ക് ചെയ്യാൻ പറ്റും. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ ഉള്ളൊരു സിറ്റുവേഷൻ എന്താ, നിങ്ങൾ ഓൾറെഡി നിങ്ങളൊരു ഡെസ്ക്ടോപ്പ് അസംബിൾ ചെയ്ത് കഴിഞ്ഞു, അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഒരു ലാപ്ടോപ്പ് ഒരു മേ ബി വേറെ എന്തെങ്കിലും ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉള്ള ലിനക്സോ അല്ലെങ്കിൽ MS-DOSോ അങ്ങനെയുള്ള ഒരു ലാപ്ടോപ്പ് മേടിച്ചു. അതിൽ നിങ്ങൾക്കൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം വേണം. അപ്പോൾ നിങ്ങൾ അസംബിൾ ചെയ്ത് തന്ന ആൾ പൈററ്റഡ് കോപ്പി വിൻഡോസ് 11 നിങ്ങൾക്ക് ഇട്ട് തന്നു. അതായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻ. അങ്ങനെയുള്ളൊരു സെനാറിയോയിൽ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ നിങ്ങൾക്ക് ആക്ച്വലി ആ ഒരു ലൈസൻസ് കീ ചിലപ്പോൾ തന്നെ ജെനുവിൻ നോൺ ജെനുവിൻ ആയിരിക്കും. പൈററ്റഡ് ഒക്കെ ഉള്ള ഒരു സിറ്റുവേഷൻ എന്താ വെച്ചാൽ നമുക്ക് സെക്യൂരിറ്റി ഉറപ്പ് വരുത്താൻ പറ്റില്ല. എന്തെങ്കിലും രജിസ്ട്രിയിൽ ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ടോ, ആൾക്കാർ ബാക്ക് ഡോറിൽ കൂടെ എന്തെങ്കിലും ഇൻഫർമേഷൻ ലീക്ക് ചെയ്യുന്നത് ഒന്നും നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പം ഈ ഒരു ഇഷ്യൂസൊക്കെ നമ്മളൊരു ജെനുവിൻ കീ മേടിച്ച് നമുക്ക് സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഈ സൈറ്റിൽ നിന്ന് വാങ്ങുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ടത് ഈ ടൈറ്റിലിൽ ലൈഫ് ടൈം ലൈസൻസ് ആണോ, 1 year ലൈസൻസ് ആണോ, വിൻഡോസ് 11 സിംഗിൾ ഹോം ടു വിൻഡോസ് 11 പ്രോ അപ്ഗ്രേഡ് ആണോ, ഡീറ്റെയിൽ OEM ലൈസൻസ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഉറപ്പ് വരുത്തുക, ഏതാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും അതിൽ ഡീറ്റെയിൽസ് ഡൗട്ട് ഉണ്ടെങ്കിൽ അവരുടെ സൈറ്റിൽ തന്നെ വാട്സാപ്പ് നമ്പർ സപ്പോർട്ട് ഉണ്ട്. വർക്കിംഗ് അവേഴ്സിൽ വർക്കിംഗ് ഡേയ്സിൽ അവർ അതിൽ ബന്ധപ്പെടാം. അവർ നിങ്ങളെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്ത് പറഞ്ഞു തരും. ഇനി എന്തെങ്കിലും വായിച്ച് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ പോലും ആ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുക, അവർ തീർച്ചയായും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ ഈ സെപ്റ്റംബർ ഒക്ടോബർ 2026 ആകുമ്പോഴേക്കും വിൻഡോസ് 11 പുതിയ അപ്ഗ്രേഡ് വരുന്നുണ്ട്. അതായത് 26H2 എന്ന് പറഞ്ഞ വേർഷൻ. അതിൽ കുറേ നല്ല അപ്ഗ്രേഡ്സ് വരുന്നുണ്ട് എന്നാണ് കേട്ടിട്ടുള്ളത്. ഒന്നാമത് നമ്മുടെ ടാസ്ക് ബാർ മൂവ് ചെയ്യാൻ പറ്റുന്നുള്ളൊരു ഫീച്ചറാണ്. വിൻഡോസ്
11 ലോഞ്ച് ചെയ്തപ്പോൾ തന്നെ വളരെയധികം മൈക്രോസോഫ്റ്റിന് പഴി കേൾക്കേണ്ടി വന്ന ഒരു സംഗതിയാണ്. ടാസ്ക് ബാറിന് ആ ഒരു പണ്ടത്തുണ്ടായിരുന്ന ഒരു മാറ്റി നമുക്ക് ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ ടോപ്പിലേക്കൊക്കെ വെക്കാൻ പറ്റിയ ഒരു ഫ്ലെക്സിബിലിറ്റിയൊക്കെ അവർ തന്നില്ല. അപ്പോൾ അത് ഇപ്രാവശ്യം അവർ കൊണ്ടുവരികയാണ് 26H2 എന്നാണ് കേൾക്കുന്നത്. കോ പൈലറ്റ് ഇപ്പോൾ ഒരു ടെക്സ്റ്റ് ബേസ്ഡ് ഒക്കെ ആയിട്ടാണല്ലോ സെർച്ച് ചെയ്യുന്നത്. അപ്പോൾ അത് ആസ്ക് കോ പൈലറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ചും കൂടി റീഡിഫൈൻഡ് ആയിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒരു ഹെൽപ്പർ അസിസ്റ്റൻറ്റും കൂടെ ഇംപ്രൂവ്ഡ് ആയിട്ട് 26H2 വരുന്നതാണ് കേൾക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫീച്ചേഴ്സൊക്കെ 26H2 കൂടെ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും ഇപ്പോൾ നിങ്ങൾ വിൻഡോസ് ലൈസൻസ് വിൻഡോസ് 11 മാറുകയാണെങ്കിൽ. എന്തായാലും ഞാൻ ഇതിൻ്റെ ഒരു ഡെമോ കാണിച്ചു തരാം. നിങ്ങൾ mypckey.com സൈറ്റിൽ പോയി ഇവിടെ നിങ്ങൾക്ക് വിൻഡോസ് പ്രോ ലൈസൻസ് കാണാൻ പറ്റും. അത് നിങ്ങൾ കാർട്ടിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് ഓണം ഗിസ്മോങ് എന്നുള്ള ആ ഒരു കൂപ്പൺ കോഡ് കൊടുത്തിട്ട് 15% ഡിസ്കൗണ്ടോട് കൂടി നിങ്ങൾ ചെക്കൗട്ട് ചെയ്യുക. എല്ലാ പേയ്മെൻറ്റ് ഗേറ്റ്വേ ഓപ്ഷൻസും UPI അടക്കം ഇതിലുണ്ട്. UPI വളരെ സിമ്പിളാണ്. അതാണ് ഏറ്റവും പ്രിഫറബിൾ ആയിട്ട് എനിക്ക് തോന്നുന്നത്. എന്നിട്ട് നിങ്ങൾ പ്ലേസ് ഓർഡർ കൊടുക്കുക. നിങ്ങളത് വാങ്ങിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് വളരെ കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ നിങ്ങൾ കൊടുക്കുന്ന ഇമെയിൽ ID ഇതിൻ്റെ ജെനുവിൻ കീ അവർ അയക്കും. ആ മെയിലിൽ പോയിട്ട് അതിൽ നിന്ന് ആ കോഡ് കോപ്പി ചെയ്യുക. ഈ കോഡ് ഇതേപോലെ ഞാൻ ഇപ്പോൾ ഇവിടെ ബ്ലർ ചെയ്യാണ് സെക്യൂരിറ്റി പർപ്പസസിന്. അപ്പോൾ ഇത് എടുത്തിട്ട് നമ്മൾ ആ ചേഞ്ച് പ്രൊഡക്റ്റ് കീ എന്ന് പറഞ്ഞ ആ സെക്ഷനിൽ ആക്ടിവേഷൻ സെക്ഷനിൽ പോയിട്ട് ചേഞ്ച് കൊടുക്കുക. അപ്പോൾ ഒരു പോപ്പപ്പ് അതിൽ എൻ്റർ പ്രൊഡക്റ്റ് കീ പറയും. അവിടെ ഈ നമ്മളിപ്പോൾ വാങ്ങിച്ച ജെനുവിൻ കീ ഇട്ടിട്ട് ആക്ടിവേറ്റ് കൊടുക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്കൊരു പോപ്പപ്പ് കിട്ടും, വിൻഡോസ് ഇസ് ആക്ടിവേറ്റഡ്. ഇത്രയേ ഉള്ളൂ കാര്യം. ഇപ്പോൾ ഈ കാണുന്ന പോലെ കമാൻഡ് പ്രോംപ്റ്റിൽ വന്നിട്ട് ഈ ഒരു കമാൻഡ് അടിച്ച് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിൻഡോസ് ജെനുവിൻ ആണെങ്കിൽ മെസ്സേജ് പോപ്പപ്പും കാണിച്ചു തരും. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ എത്ര ഈസിയാണ് നമുക്കൊരു വിൻഡോസ് 11 ഒരു ലൈസൻസിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ എത്ര എഫോർഡബിൾ ആണെന്നുള്ളത്. പ്രത്യേകിച്ച് നമ്മുടെ ഓണം സ്പെഷ്യൽ ഡിസ്കൗണ്ടും കൂടെ യൂസ് ചെയ്യുക. ഓണം ഗിസ്മോങ് നിങ്ങൾക്ക് എന്തായാലും 15% ഡിസ്കൗണ്ട് അതിലും കിട്ടുന്നതാണ്. കുറച്ചും കൂടെ വില താത്തി നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകരിച്ചു എന്ന് വിചാരിക്കുന്നു. തീർച്ചയായും ഇങ്ങനത്തെ കൂടുതൽ ടിപ്സും ഇൻഫർമേഷനൊക്കെ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ദിസ് ഇസ് ജുനൈദ് സൈനിങ് ഓഫ് ഫോർ ഗിസ്മോങ്.